ഹായ് ഫ്രണ്ട്സ്, ഈ വളവള എന്താണ് പറയണേന്നല്ലേ? അച്ഛനടുത്തുള്ള തോട്ടത്തിൽ കുരുമുളക് പറിക്കാൻ പോയപ്പോൾ അവിടുത്തെ വീട്ടിൽ നിന്ന് ഒരു നല്ല വിളഞ്ഞ ചക്ക കിട്ടിയിട്ടുണ്ട്. അതാണ് ഈ സന്തോഷത്തിന്റെ കാര്യം. വിളഞ്ഞ ചക്ക കിട്ടിക്കഴിഞ്ഞാലേ ഞങ്ങളിവിടെ മരിച്ചിനി ഇളക്കുന്നത് പോലെ ചക്ക അങ്ങ് ഇളക്കും. പിന്നെ നല്ല മീൻകറിയും പുളിച്ചിക്ക കറിയൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഊണ് കെങ്കേമം. ഓ, അതിന് ഇത്ര സന്തോഷിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നമുക്കിവിടെ ഇപ്രാവശ്യം കിട്ടിയ ആദ്യത്തെ ചക്ക തന്നെ കൊത്തൻ ചക്കയായിരുന്നു. അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. എന്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കൂട്ടുകാരെ, ഇതാണ് നമ്മുടെ ഒന്നാം തരം വിളഞ്ഞ ചക്ക. അതിന്റെ കളർ അങ്ങ് നീക്കിക്ക്, നല്ല മഞ്ഞ മഞ്ഞ കളർ, സുവർണത്തിന്റെ നിറം. ചക്ക ക്ലീൻ ആക്കുമ്പോൾ തന്നെ കുറേ ചക്ക ഉള്ളിലേക്ക് പോയിരുന്നു. രാവിലത്തെ കാപ്പിക്ക് ഇതേ അപ്പം ഉണ്ടായിരുന്നു, നല്ല പൂ പോലെ പഞ്ഞി പോലത്തെ അപ്പവും തേങ്ങാ ചമ്മന്തി അരച്ച കറിയുമായിരുന്നു. ചക്കയ്ക്കൊപ്പം പിടിക്കാൻ ഇന്നത്തെ മീൻ ഇതാ നല്ല കൊച്ചു നത്തോലിയാണ്. ഒപ്പം അതിലൊന്ന് രണ്ട് ചാള കൂടെ കിടപ്പുണ്ട്. അപ്പോൾ അതിനേക്ക് നമുക്ക് അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്ത് ഒക്കെ എടുക്കണം. സ്വർണ്ണച്ചക്ക ഇനി അധിക നേരം ഇങ്ങനെ ഇരുന്ന പച്ചയ്ക്ക് തന്നെ ഇതെല്ലാം ഉള്ളിലേക്ക് പോകും. അതുകൊണ്ട് അധിക സമയം നമുക്ക് വെയിറ്റ് ചെയ്യാനില്ലാതെ നമ്മുടെ മീനും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് മീനിനെ ഒന്ന് കഴുകിയെടുക്കണം. കുഞ്ഞു നത്തോലി മീനാണ്. കുറച്ച് സമയം എന്റെ തലയും വാലൊക്കെ നുള്ളി കളയണം. 2-3 ചാളയൊക്കെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. ഈ കുഞ്ഞൻ മീനിനെ ഞങ്ങൾ ഇവിടെ നൊത്തോലി എന്നാണ് പറയണത്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പേര്? നൊത്തോലി എന്ന് തന്നെയാണോ പറയല്? നൊത്തോലി ഒരു ചെറിയ മീനല്ലല്ലോ. വലിയ വെളുത്ത നൊത്തോലിയെ ഞങ്ങളെ ഇവിടെ നൊത്തോലി എന്ന് പറയും. കറുത്ത കൊച്ചു നൊത്തോലിയെ സാധാ നൊത്തോലി തന്നെ. നൊത്തോലി കഥകളൊക്കെ പറഞ്ഞിരുന്നപ്പോ അങ്ങ് സമയം പോയതേ അറിഞ്ഞില്ല. ഈ നൊത്തോലി കഴിയുമ്പോ ഇവിടെ അടുത്ത് കാത്തിരിക്കുന്ന വേറെയും ചില കൂട്ടുകാരുണ്ട്. അവരെ ഒന്ന് കാണണോ? തൊട്ടടുത്ത വീട്ടിലെ 2 പൂച്ചക്കുഞ്ഞുങ്ങളാണ്. 2 അല്ല കേട്ടോ, ഇവിടെ കുറെ പൂച്ചക്കുട്ടികളുണ്ട്. അതിൽ 2 പേര് മീൻ കഴുകുന്ന നേരം വെയിറ്റിംഗിലാണ്. നല്ല കട്ട വെയിറ്റിംഗ്. ഇവിടുന്ന് നേരെ അടുക്കളയിലേക്ക് കയറി. രാവിലെ തന്നെ അനിയത്തിക്ക് സ്കൂളിൽ കൊണ്ടുപോകണമുണ്ട്. രാവിലെ തോരനൊക്കെ ആയിട്ടുണ്ട്. ഇന്ന് ക്യാരറ്റ് തോരനാണ്. ക്യാരറ്റ് തോരനും അടുത്ത് തന്നെ ചോറിരിപ്പുണ്ട്. ഈ സമയത്തിൽ മീൻ കഴുകി അരപ്പൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചു. തൊട്ടടുത്തിരിക്കുന്ന ആ കരിമൻ പാത്രം എന്താണെന്നൊന്നും നോക്കണ്ട, വെള്ളം തിളപ്പിക്കുന്നതാണ്. അലുമിനിയം പാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അലുമിനിയം കളഞ്ഞ് സ്റ്റീൽ പാത്രത്തിലാണ് വെള്ളം തിളപ്പിക്കുന്നത്. അടുക്കളയിൽ നിന്ന് നേരെ ഞങ്ങളുടെ പുറം ഭാഗത്തേക്ക്, അതായത് വീടിന്റെ പുറക്, വടക്ക് ഭാഗം, വടക്ക് വശം എന്നൊക്കെ ഞങ്ങൾ പറയും. ആദ്യം തന്നെ അവിടെ സ്ഥാനം ഉറപ്പിച്ചിട്ടുള്ളത് ഒരു ചെറിയ ചാമ്പയാണ് കേട്ടോ. ഇപ്പൊ ചെറുതായിട്ട് പൂവും കായൊക്കെ പിടിച്ച് അങ്ങനെ നിപ്പുണ്ട്. വിളഞ്ഞു കിട്ടാറില്ല. കാക്കയോ എന്തെങ്കിലും കിളികളൊക്കെ കൊണ്ടുപോകും. അതിന്റെ അടുത്ത് തന്നെ ഇരട്ടക്കൊമ്പനായിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ മാവാണ്. മാവിലും കുറച്ചൊക്കെ മാങ്ങ ഇത്തവണ പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വെള്ളം എടുക്കുന്ന കിണറാണ്. ഇപ്പം വെള്ളം ഇച്ചിരി കുറവാണ്. മീനൊക്കെ അടുപ്പിലാക്കിയതിന് ശേഷം ഗഗനുവിന്റെ അച്ചമ്മ ചക്കയുടെ പണികളിലേക്ക് തിരിഞ്ഞു. ചക്ക ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും, ഇതിനെങ്ങനെയാണ് അരിയുന്നത്? അവിയൽ വെക്കാൻ നീളത്തിലും, എന്നാൽ നമ്മുടെ ഇളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചക്ക അരിയുന്നത് വട്ടത്തിലുമാണ്. അതായത് നമ്മുടെ മരിച്ചിനിയൊക്കെ വട്ടത്തിൽ അരിയുന്ന പോലെ കുരു കളഞ്ഞിട്ട് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. അപ്പോൾ നല്ല ഇളക്കി എടുക്കാനും പറ്റും എളുപ്പത്തിൽ. ഇതാണ് അരിയൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഇവിടെ ചക്ക ഉള്ളിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ ഗഗനക്കുട്ടൻ. ഞാൻ വെറുതെ നിൽക്കണ്ടല്ലോ, അടുത്ത പണിയിലേക്ക് ഞാനും തിരിഞ്ഞു. നല്ല ഒന്നാം തരം പുളിയുള്ള പുളിച്ചിക്ക. ഞങ്ങൾ ഇവിടെ ഇതിന് പുളിച്ചിക്ക എന്നാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിലോ? ചക്കയ്ക്കും മരിച്ചിനിക്കും ഒക്കെ ഇവിടെ എന്തെങ്കിലും പുളിയുള്ള കറി നിർബന്ധമാണ് കേട്ടോ. നല്ല തുടാന്നുള്ള 5-6 പുളിച്ചിക്ക ഞാനിങ്ങെടുത്തു. ഒരു പാത്രത്തിലേക്ക് അതിനെ വട്ടം വെട്ടി അരിഞ്ഞിട്ടു. മുമ്പ് എന്തോരം പുളിച്ചിക്കയും മാങ്ങയും ഒക്കെ കഴിച്ചതാണ്. പക്ഷെ ഇപ്പൊ പല്ലെല്ലാം പണിമുടക്കിയിരിക്കുകയാണ്. ഒരെണ്ണം എടുത്ത് കടിക്കാൻ പോലും തോന്നുന്നില്ല. പുളിച്ചിക്കയൊക്കെ കാണുമ്പോൾ തന്നെ പല്ലിലൊരു കിരികിരിപ്പാണ്. എന്തോ പല്ലൊക്കെ കേടായി കാണും. ഞങ്ങളുടെ വീട്ടിൽ 2 മൂട് പുളിച്ചിയുണ്ട് കേട്ടോ. പക്ഷെ 2 എണ്ണവും കായ്ച്ചിട്ടില്ല. 2ലും ചെറുതായിട്ട് പൂവൊക്കെ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ. അടുത്ത വീട്ടിൽ നിന്നാണ് ഈ പുളിച്ചിക്കയും. നാട്ടും പുറത്തിന് അങ്ങനെ കുറെ നന്മകളും ഒപ്പം ചെറിയ കുശുമ്പും കുഞ്ഞായ്മയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞു വന്ന കാര്യം, നമ്മുടെ പുളിച്ചിക്കയെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഗ്യാസ് അടുപ്പത്ത് കൊണ്ടുവച്ചതിന് ശേഷം തൊട്ടിപ്പുറത്തേക്ക് വന്നു. ഇനി കുറച്ച് പാത്രങ്ങൾ മാത്രമേ കഴുകാനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം കഴുകി കളഞ്ഞില്ല കേട്ടോ, കഴുകി കഴിഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ പുളിച്ചിക്ക ചെറുതായിട്ട് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കിടന്ന് വേകാനായിട്ട് തുടങ്ങുന്നു. നമ്മുടെ മീൻകറി ഏകദേശം ഭാഗമായി കഴിഞ്ഞു. എന്നാലും ഒന്ന് കാണണമല്ലോ, ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കി കുറവുള്ള ഉപ്പും പുളിയും ഒക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് പതിയെ ഇങ്ങനെ നോക്കിയപ്പോഴേക്കും നല്ല തിളച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ നൊത്തോലി മീൻകറി. ഈ സമയത്തിൽ ചിരകി വെച്ചിരുന്ന തേങ്ങ എടുത്ത് ഞാൻ മഞ്ഞപ്പൊടിയും ജീരകവും പച്ചവളമൊക്കെ ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്ന പുളിച്ചിക്കയിലേക്ക് ആ മിശ്രിതം അങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൂടെ ഇട്ട് തിളച്ചു കഴിഞ്ഞാൽ കറി റെഡിയായി കഴിഞ്ഞു. ചക്ക എന്തായോ എന്തോ നോക്കാം. കറിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചക്ക ഫുള്ള് റെഡിയായി കഴിഞ്ഞു. കഴുകി വൃത്തിയാക്കി ഒരു ചെറിയ പാത്രത്തിലേക്ക് വെച്ചാണ് നമ്മൾ ചക്ക അവിക്കാനായിട്ട് പോകുന്നത്.
ഇത്രയും നിറച്ച് എന്തിനാണ് ചക്ക ഈ ചട്ടിയിൽ വെച്ചതെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് വേകുമ്പോഴേക്കും പതിയെ അങ്ങ് താഴ്പോട്ട് പോകും. അവിയൽ വെക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിനുള്ള അരപ്പൊക്കെ മിക്സ് ചെയ്ത് വെക്കും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ആവശ്യത്തിന് വെള്ളം വെച്ച് ചക്ക അങ്ങോട്ട് ആദ്യം അവിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ചിറകിയ തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് വെന്ത ചക്കയിലേക്ക് ഇട്ടതിന് ശേഷം തുടുപ്പ് ഉപയോഗിച്ചോ തവി ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ ഇളക്കിയ ചക്ക റെഡി. തേങ്ങയും ബാക്കിയുള്ള എല്ലാം കൂടെ ഇതേ നന്നായിട്ട് അരച്ച് മിക്സിയുടെ ജാറിൽ കൊണ്ടുവന്നു ഇതേ ചക്കയിലേക്ക് നേരിട്ട് അങ്ങ് ഇട്ട് കൊടുത്തു. ഇപ്പൊ തന്നെ നന്നായിട്ട് ഇളക്കി മറിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിനെ അടച്ചു വെച്ച് ഇങ്ങനെ ഇരുന്ന് കുറെ സമയം വേകുമ്പോഴേക്കും അരപ്പും ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ മിക്സ് ചെയ്താൽ മതി. ചക്കയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ഈ സമയത്ത് ഈ അരപ്പിന്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. പിന്നെ നമ്മള് തനി മലയാളിയാണെന്ന് കാണിക്കുന്നത് എങ്ങനെയാണ്? മിക്സിയുടെ ജാറിലുള്ള ബാക്കിയുള്ള അരപ്പ് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിച്ചാലേ നമുക്കൊരു ആശ്വാസമുള്ളൂ. അതുമാതിരി മിക്സിയുടെ ജാർ ഇവിടെയും അതുപോലെ കഴുകി അതിൽ വരുന്ന കുറച്ച് വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ മൂടി വെക്കുന്നത്. നിങ്ങളൊക്കെ എങ്ങനെയാണ് മിക്സിയുടെ ജാറിലിരിക്കുന്നത് കഴുകി ഇതേപോലെ എടുക്കാറുണ്ടോ ഫുള്ളായിട്ട്? ഇനി സമാധാനമായിട്ട് നിനക്ക് അവിടെ ഇരുന്ന് വേഗം. ഇതിനിടയിൽ നത്തോലി മേലിൽ കിടന്ന 2-3 ചാളയുണ്ടല്ലോ, ആ ചാളയും കൂടെ നല്ല പെരട്ടി എടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് പൊരിച്ചെടുത്താലേ ഇന്നത്തെ ഊണ് കംപ്ലീറ്റ് ആകുകയുള്ളൂ. ഇതേ ചക്ക ഏകദേശം ആയിക്കഴിഞ്ഞ് ഇനി തുടുപ്പിട്ട് നന്നായിട്ട് ഇളക്കി എടുത്താൽ മതി ഇവനെ. ഇതേ അച്ഛൻ ചോറ് കഴിക്കാൻ തുടങ്ങി കേട്ടോ, കടയിൽ പോകാൻ സമയമായി. ഇതേ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ചാള ആദ്യം പൊരിച്ചെടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം പൊരിച്ചെടുത്ത് ഞാൻ ഊണ് കഴിക്കാൻ കൃത്യം 1 മണിക്ക് തന്നെ ആയിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.